അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1371. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ തൊട്ട് നിവേദനം, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റആ സ്വബിയ്യൻ, ഒരു കുട്ടിയെ കണ്ടു. ഖദ് ഹുലിഖ ബഅദു ശഅരിഹി, ആ കുട്ടിയുടെ അല്പം തലമുടി കളഞ്ഞിട്ടുണ്ട്. വതുരിക ബഅദുഹു, അല്പം ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ മുൻഭാഗത്ത് കുറച്ച് നിർത്തി സൈഡിലൊക്കെ ഒഴിവാക്കി ഈ രൂപത്തിൽ കുട്ടി അല്പം കളയുകയും അല്പം നിർത്തുകയും ചെയ്തു. ഈ രൂപത്തിൽ നബി തങ്ങൾ ഒരു കുട്ടിയെ കണ്ടു. ഫനഹാഹും അൻ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ച് അത് വിരോധിച്ചു, അങ്ങനെ ചെയ്യരുത്. വഖാല, അവിടുന്ന് പറഞ്ഞു, അഹ്ലിഖൂഹു കുല്ല, ഒന്നിരിക്കെ നിങ്ങൾ മുഴുവനായിട്ടും നിങ്ങൾ കളയുക. അവിതുർക്കുഹു കുല്ല, അല്ലെങ്കിൽ മുഴുവനായിട്ടും നിർത്തുക, കളയൽ ഒഴിവാക്കുക. അല്പം കളഞ്ഞ് അല്പം നിർത്തുന്നത് അത് ഒരിക്കലും ശരിയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിക്കുകയാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ആ മക്കൾ അനുഗ്രഹമായി മാറുന്നത് നമുക്ക് കൺകുളിർമയുള്ളവരാകുമ്പോഴാണ്. എപ്പോഴാണ് നമുക്ക് ആ മക്കൾ കൺകുളിർമയുള്ള മക്കളാകുന്നത്? അവർ ദീനീ ചിട്ടയിൽ ജീവിച്ച് നല്ല രൂപത്തിൽ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാവണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മക്കളെ നല്ല ശീലം പഠിപ്പിക്കണം. വിശുദ്ധ ഇസ്ലാം ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്പർശിച്ചിട്ടുണ്ട്. അതിന് ഓരോന്നിനും അതിൻ്റെ ആദാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി വെട്ടാനും ഒക്കെ നമുക്ക് അതിൻ്റെ അദബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ഹദീസ് ഉദ്ധരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. മുത്തബിഉ സുന്ന എന്ന സ്ഥാനപ്പേര് ലഭിച്ച ആളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപോലെ ഫോളോ ചെയ്ത ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അല്പം തലകുനിച്ച് നടന്നപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാ ഇവിടെ തലകുനിക്കുന്നത്? ഒന്നുമല്ല, ഞാനും മുത്തുനബിയും പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മരത്തിൻ്റെ ഒരു കൊമ്പുണ്ടായത്, മുത്തുനബി തല താഴ്ത്തിയാണ് പോയത്, അതുകൊണ്ടാണ് ഞാൻ തല താഴ്ത്തി. ഈ രൂപത്തിൽ മുത്തുനബിയെ ഫോളോ ചെയ്ത ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പം നാമും നമ്മുടെ മക്കളും ഒക്കെ നമ്മൾ പിൻപറ്റേണ്ടത്, ഇത്തിബാ ചെയ്യേണ്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് ചെയ്തോ അതുപോലെ ആയിരിക്കണം. ഇന്നൊരു ബാർബർ ഷോപ്പിൽ കയറിയാൽ അവിടെ ഒരുപാട് ഫുട്ബോൾ താരന്മാർ, ക്രിക്കറ്റ് താരന്മാർ, സിനിമാ നടന്മാരുടെയൊക്കെ ഫോട്ടോസുകളുണ്ടാവും. ഇതിൽ ഏത് രൂപ വേണ്ടത് എന്നാണ് മക്കളോട് ചോദിക്കുന്നത്. അപ്പം മക്കൾ ആ രൂപം സെലക്ട് ചെയ്യാൻ എവിടെ എത്തി? നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയാണ് നമ്മളെ നാളെ ഒരുമിച്ച് കൂട്ടുക. ഇനി മക്കൾ നല്ല നിലക്ക് വെട്ടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചില ഉമ്മാരും ഉപ്പാരും സമ്മതിക്കൂല. അങ്ങനെ വെട്ടണ്ട, ഈ രൂപത്തിൽ വെട്ടിക്കോ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചിരിക്കുകയാണ്. ഈ മക്കൾ നമുക്ക് ഉപകരിക്കണമെങ്കിൽ, എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, മക്കൾ ജനിക്കുമ്പോൾ വളരെ പരിശുദ്ധമായ രൂപത്തിലാണ് ജനിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നല്ല പരിശുദ്ധമായ നിലക്കാണ് ജനിക്കുന്നത്. പിന്നെ അവരെ വഴിതെറ്റിക്കുന്നതൊക്കെ അവരെ മാതാപിതാക്കളാണ്. അപ്പോൾ ചെറിയ മക്കളെ പോലും മുടിവെട്ടാൻ ബാർബർ ഷോപ്പ് കൊണ്ടുവരുന്ന രംഗം നമ്മൾ കണ്ടാൽ ആ കുട്ടിക്ക് ശരിയായൊരു ബോധം വെച്ചിട്ടില്ല. ആ കുട്ടിയെപ്പോലും രക്ഷിതാക്കൾ ചെറുപ്പത്തിൽ ഈ രൂപത്തിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഈ മക്കൾ വഴിതെറ്റുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? മാതാപിതാക്കളാവുന്ന നമ്മളല്ലേ? അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ നല്ല ശീലം, ഇസ്ലാം ഓരോന്നിനും അതിൻ്റെ അദബുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയാലേ നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാളെ നമ്മുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് പറയും, ഞാൻ ഈ രൂപത്തിൽ അധപ്പതിക്കാൻ കാരണം എൻ്റെ ഉമ്മയാണ്, എൻ്റെ വാപ്പയാണ്, എനിക്ക് ഈ ശീലങ്ങളാണ് എൻ്റെ ചെറുപ്പത്തിലെ പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത് എന്ന് പറഞ്ഞാൽ ഈ മക്കളെ കൊണ്ട് നമുക്ക് എന്തുപകാരമാണുള്ളത്? നമുക്ക് ദുന്യാവിലും ആഖിറത്തിലും വല്ല നേട്ടം ഉണ്ടാവുക? അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാവണം. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതി, നമ്മളെപ്പോഴും ദുആ ചെയ്യുന്നതാണ്, കൺകുളിർമ നൽകുന്ന മക്കളെ നൽകണേ. ആ മക്കൾ കൺകുളിർമ നൽകണമെങ്കിൽ
ഈ അദബുകൾ മുത്തനബി സ്വല്ലല്ലാഹു നിങ്ങൾ കാണിച്ചുന്ന രൂപത്തിൽ വളർത്തണം. എന്നാലേ മക്കൾ സ്വാലിഹീങ്ങളാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം.